ഇന്നിനി സരള വരുമെന്ന് എനിക്ക് തോന്നല്ല. നിന്നെ കാണാൻ സരള വരാന്ന് പറഞ്ഞു. സരള ബസ്സാണടാ. എന്റെ തൊണ്ട ആകെ പ്രോബ്ലം ആയിരിക്കുക. എന്തോ നാളെ ആണെങ്കിൽ സെന്റ് തെരേസസ് കോളേജിൽ പ്രോഗ്രാം ഉള്ളതാ. ആ ജിമ്മി എവിടെ പോയി കിടക്കുക? ശരിക്കും റിഹേഴ്സൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ ആകെ ചൂടായിരിക്കുക. പെമ്പിള്ളേരുടെ കോളേജ് ആയതുകൊണ്ട് അവൻ റിഹേഴ്സലിന് വന്നില്ലെങ്കിലും പ്രോഗ്രാമിന് വരാതിരിക്കില്ല. വല്ലതും തരണേ സാർ. സാർ എന്താ കാറ് നിർത്തിയത്? എന്റെ തനിച്ചുള്ള മിമിക്രി ബുക്ക് ചെയ്യാൻ വന്നായിരിക്കും. യവന്മാരാ? യവന്മാരും കല്യാണ പ്രാപ്തിയുടെ ആളുകളാണ്. യവന്മാരെ അങ്ങനെ വിട്ടൂടാ. നീയൊക്കെ ചേർന്ന് എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കുമല്ലേ? ആര് മുടക്കി? എന്ത് മുടക്കി? എപ്പോ മുടക്കി? ആരുമായിട്ടാണ് എന്റെ പെങ്ങൾക്ക് പ്രേമം? അത് നിങ്ങളുടെ പെങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. യവനുമായിട്ടാണ് താനെന്തിനാ ഓടിയത്? എനിക്കറിയില്ല. നിങ്ങൾ എന്തിനാ ഓടിയത്? ഞാൻ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഓടിയതാ. കൂട്ടത്തിലെ എന്നെ രക്ഷിക്കണ്ടേ? പ്രേമിച്ചടക്കം അവനും ഓടാം. നമ്മൾ പ്രേമിക്കേ? ഏയ് പ്രേമൊന്നുമല്ല. അത് മിമിക്രിയിലെ പുതിയ ഐറ്റമാണ്. അതായത് പ്രേമിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തരെ അൽസേഷൻ ആയിട്ട് ഓടിക്കുന്നത്. എന്റെ എനിക്ക് തല കറങ്ങുന്നു. മുട്ടണ്ട, ഞങ്ങൾ കീഴടങ്ങി. ഇനി ഉപദ്രവിക്കരുത്. വാതിൽ തുറക്കടോ. ഞാനാ അച്ഛനാ. അച്ഛനാ? അവരല്ല. എന്താണോ കാര്യം? ഞങ്ങൾ എല്ലാവരും കൂടി വെറുതെ ഒന്ന് ഓടി നോക്കിയതാ. വെറുതെ ഓടിക്കളിക്കാൻ ഇതെന്താ കോളേജ് ഗ്രൗണ്ടോ? എക്സർസൈസ് കഴിഞ്ഞ് റിഹേഴ്സൽ തുടങ്ങാന്ന് കരുതി. എക്സർസൈസ് ചെയ്യുമ്പോ നിലവിളിക്കാറുണ്ടോ? അത് ശബ്ദം ശരിയാക്കാൻ വേണ്ടി സാധകം ചെയ്തതാണോ? അയ്യോ രക്ഷിക്കണേ, ഓടി വരണേ, കൊല്ലല്ലേ. നിർത്തണോ? ഇവിടെ സാധകവും മോദവും ഒന്നും വേണ്ട, മിമിക്രി മാത്രം മതി. ഇവനെന്ത് പറ്റി? പൂവാറായ? ഊണ് കഴിഞ്ഞപ്പോ ഭയങ്കര ക്ഷീണം. എന്താ പിന്നെ കിടന്നടോ? ഓ ഇപ്പൊ ഇല്ല, രാവിലെ അല്പം. ഓ എന്താ എല്ലാവരും ഇവിടെ കൂടി നിൽക്കണേ? ഇവിടെ എന്താ വല്ല പാമോയിലും കൊടുക്കണ്ടോ? ഇതെന്താ മാവേലി സ്റ്റോറാണോ? ഓ അയ്യോ, പോയോ? ഒന്ന് വേഗം പോയി, ഇപ്പൊ പോയ ബസ് കിട്ടും. നീ എന്നാ അങ്ങോട്ടൊക്കെ ഒന്ന് വരുന്നത്? ലതേ, ഞാൻ വരാമേ. ലതയുടെ അമ്മച്ചിയപ്പോ വന്നു. ഞാനിപ്പോ വന്നേ ഉള്ളൂ. ലതേ ഒന്ന് വന്നേ, ഇപ്പൊ വരാം. ദേ മിമിക്രിക്കാരൻ വന്നിട്ടുണ്ട്. ആര്? ഉണ്ണിയോ? ആ, നീ ഒരു കാര്യം ചെയ്യ്, അമ്മയോട് എന്തെങ്കിലും സംസാരിച്ചിരിക്ക. ഞാൻ ഇപ്പൊ വന്നേക്കാം. അമ്മേ, ഞാൻ മദറിനെ കണ്ടിട്ട് ഇപ്പൊ വരാം. മദറിന് എപ്പോഴും ആരെങ്കിലും അടുത്തിരുന്ന് അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനിയിപ്പോ ലതയെ കിട്ടാൻ ഇമ്മണി നേരം ആണോ? ചെല്ല് ചെല്ല്, ഓടി ഓടുന്ന നല്ല ആളുകളാ. ആ, വഴിതടൽ സമരം പൊളിഞ്ഞല്ലേ? കാഞ്ഞിരപ്പള്ളിക്കാരൊന്ന് പെണ്ണ് കണ്ടു പോയ ഉടനെ സന്ധ്യ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. അത് പിന്നെ കാഞ്ഞിരപ്പള്ളിക്കാർ കയറി വരേണ്ട സമയത്ത് വേറെ പാർട്ടിക്കാർ വന്നത് ഞങ്ങളുടെ കുറ്റം കൊണ്ടാണോ? അല്ലെങ്കിലും നിങ്ങൾക്ക് അബദ്ധമല്ലേ പറ്റാറുള്ളൂ. ദേ, ഇവിടെ അധികം നേരം ഇന്ന് സംസാരിക്കണ്ട. കോഴിക്കോട്ട് നിന്ന് അമ്മ വന്നിട്ടുണ്ട്. എന്താ വന്നത്? അടുത്ത മാസം എന്നെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ പോവാ.
ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ കാര്യത്തിൽ ഒരു വഴിതടയൽ സമരം വേണ്ടി വന്നേക്കും. നിന്റെ അമ്മ വരുന്നുണ്ട്. അയ്യോ അമ്മ, നമുക്ക് നാളെ കാണാം. അയ്യോ അയ്യോ, അങ്ങോട്ട് പോവല്ലേ. പിന്നെ ഇങ്ങോട്ട് പോ. അങ്ങോട്ടല്ല, പുറത്തേക്ക് പുറത്തോട്ട് പോയാൽ പറ്റില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. അയ്യോ വേണ്ട, നമുക്ക് നാളെ സംസാരിക്കാം. അതല്ല, എന്റെ ഒരു പുതിയ മിമിക്രി ഐറ്റം ഉണ്ട്. എന്റെ ലേറ്റസ്റ്റ് മിമിക്രി ഐറ്റം കേൾക്കണ്ടേ? വേണ്ട, എനിക്ക് അമ്മയെ കേൾപ്പിക്കാം. അയ്യോ, എനിക്കൊന്നും കേൾക്കണ്ടാന്ന്. അതല്ല, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അങ്ങനെ പോയാൽ പറ്റില്ല, സംസാരിച്ചിട്ട് പോയാ. ആരാ? ഞാൻ ടെലിഫോൺ നന്നാക്കാൻ വന്നതാ. റൂം മാറിപ്പോയി, പിന്നെ വരാം. അല്ല വരില്ല, വേറെ ആർക്ക് പറയരുത് പ്ലീസ്. നിന്റെ അച്ഛന്റെ നിർബന്ധമാ നീ കോഴിക്കോട്ട് വന്ന് താമസിക്കണമെന്ന്. ഈ വർഷം കൂടി ഒന്ന് കഴിഞ്ഞോട്ടമ്മേ. അതൊന്നും പറ്റില്ല മോളെ. ആ, മദർ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ വരും. എന്താ മോളെ? ഒന്നുമില്ല ഒന്നുമില്ല, നമുക്ക് സംസാരിക്കാം. ഒത്തിരി സംസാരിക്കാനുണ്ടമ്മേ. കലാപ്രസനയുടെ മിമിക്സ് പരേഡ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ട്രെൻഡിൽ രാമായണം ഹിന്ദിയിൽ സിനിമയാക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? അതിന്റെ ഒരു ട്രെയിലർ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. बहनों और भाइयों, आप सोचते होंगे कि नासिर हुसैन की फिल्म बहुत दिनों से क्यों नहीं आई? पास के थिएटर में आ रहा है रामायण 1992। राम के रोल में आपका प्यारा अमिताभ बच्चन। रावण, ऐसा रिश्ता में हम तुम्हारे बाप होता है, नाम है रामचंद्र शाह। रावण के रोल में सुपर विलन अमजद खान। राम का बच्चा, मैं तुझे जिंदा नहीं छोड़ूंगा, समझे? सुपर एक्शन टीम। हेलीकॉप्टर फाइट। ഒരു പരസ്യ ചിത്രമാണ്. രാധേ, എത്ര മനോഹരിയായിരിക്കുന്നു. ആരെ, എന്നെയാണോ പറഞ്ഞത്? അല്ല, നിന്റെ അനിയത്തിയെ. എനിക്ക് പണ്ടേ അറിയാം. നിങ്ങൾ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് നിന്നെയാണ് വിശ്വാസമില്ല. തീരെ വിശ്വാസമില്ല. എനിക്ക് നിന്നെ വിശ്വാസമില്ല. നിങ്ങൾ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. നീ ഈടായിട്ട് നിന്നെ എനിക്ക് വിശ്വാസമില്ല. എന്താ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം? എനിക്ക് ഇവളെ വിശ്വാസമില്ല. വിശ്വാസമില്ല. പരസ്പര വിശ്വാസമില്ലായ്മയാണ് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം. ഇതിന് ഉത്തമ പരിഹാരം തകർക്കാൻ കഴിയാത്ത വിശ്വാസത്തിന് ഉറപ്പേകുന്ന പിൻബലം. ഗോഡ് ഫാദറിലെ അഞ്ഞൂറാനെ അനശ്വരനാക്കിയ ശ്രീ NN പിള്ളയുടെ രൂപവും ഭാവവും അവതരിപ്പിക്കുന്നു സാബു. ഞാനെല്ലാം മറക്കണമല്ലേ? മറക്കാറോ? 14 കൊല്ലം ജയിലിൽ കിടന്ന് ഇരുമ്പഴികൾ എണ്ണിയത് ഞാൻ മറക്കാം. എന്റെ കൺമുമ്പിൽ കിടന്ന് എന്റെ ഭാര്യ പെടഞ്ഞ് മരിച്ചത് ഞാൻ മറക്കാം. എന്തുകൊണ്ട് എന്റെ ബാലരാമൻ കല്യാണം കഴിച്ചില്ല? എന്തുകൊണ്ട് എന്റെ സ്വാമിനാഥൻ കല്യാണം കഴിച്ചില്ല? എന്തുകൊണ്ട് ഈ മുറ്റത്തൊരു കുഞ്ഞിക്കാൽ ഓടി നടന്നില്ല? പറയടോ, ഞാനെല്ലാം മറക്കണോ? അടുത്തത് നമ്മുടെ പ്രിയങ്കരനായ സ്വഭാവ നടൻ ശ്രീ ജനാർദ്ദനൻ. എന്റെ കർത്താവേ, പടമേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തം കൊടുത്തി പടാന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എന്റെ പൊന്ന് സാറേ, ഈ കോൺട്രാക്ടർമാരെന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ നാറികളാ. സാറിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പറഞ്ഞാട്ടെ. എന്നെ അധികം മെനക്കെടുത്താതെ ആ ബില്ലൊന്ന് ഇങ്ങോട്ട് ഒപ്പിട്ട് തന്നേരെ. അടുത്തത് ഒരു ശബ്ദാനുകരണ പരിപാടിയാണ്. അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിലെ ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ഒരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു എന്ന ഗാനം ചില പ്രശസ്ത ഗായകർ പാടിയാൽ എങ്ങനെയിരിക്കുമെന്ന് ശ്രീ ഉണ്ണി ഇവിടെ അവതരിപ്പിക്കുന്നു. ആദ്യമായി പോപ്പ് സിംഗർ ഉഷാ ഉടുപ്പ് പാടിയാൽ. അടുത്തായി ശ്രീമതി KB സുന്ദരമ്മ.
മുമ്പിൽ എന്തുണ്ട് കുമ്പിട്ടിരിപ്പാണോ? കുമ്പിട്ടിരുന്നാ പോരാ, ഇന്റർവെല്ലിന് സമയം കഴിഞ്ഞു. വേഗം ചെല്ല്, വേഗം ചെല്ല്. റെഡി ആവുമല്ലേ? വേഗം ചെല്ലടോ. എന്തോ ഒരു ബഹളം കേൾക്കുന്നു. എന്താ ചെയ്യുന്നറിയാമോടാ? അല്ല മൂത്രപ്പാൽ കാര്യം പെമ്പിള്ളാരെ പിടിക്കാതെ വേണ്ടത്. ഹലോ, എന്ത് കാര്യം അയാൾ പറഞ്ഞ സത്യമാണോ? എടാ, ഞങ്ങൾ കൂടെ ചീത്തപ്പേരുണ്ടാക്കാനാണ് നിന്റെ ഭാവം. നീ ആരാണ് ഇതൊക്കെ ചോദിക്കാൻ? എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. എന്റെ കാര്യത്തിൽ ഇടപെടുന്ന പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഈ സ്ഥാപനത്തിന് ചീത്തപ്പേര് വരാൻ ഇനി വേറെ വല്ലതും വേണോ? ഇവനെ പോലുള്ള ഒരു അലവരാദ്യം വെച്ചോണ്ട് ഈ ട്രൂപ്പ് നടത്തിക്കൊണ്ടുപോകാൻ ഇനി ഞാനില്ല. ഇന്ന് മുതൽ അവൻ വേണോ അതോ ഞാൻ വേണോ എന്ന് അച്ഛൻ തീരുമാനിക്കും. ഓ, ഈ പറയുന്നതിന് ഒരു വലിയ പുണ്യാളത്തിനല്ലേ? നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഞാൻ നാട്ടുകാരുടെ കൈയും കാലം പിടിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ ഒരു എല്ലാവരും ബാക്കിയാണില്ലായിരുന്നു. കള്ളു കുടിച്ച് സ്റ്റേജിൽ കയറിയപ്പോഴേ ഞാൻ വിചാരിച്ചത് ആകെ കുളമാവുന്നു. ആര്? ഇവൻ. അപ്പൊ താൻ കള്ളു കുടിക്കുന്നോ? ഞാൻ കള്ളു കുടിച്ചോണ്ടാ നിങ്ങളുടെയൊക്കെ തടി ഇതുവരെ കേടുവരാതിരുന്നത്. അച്ചോ, ഇവർക്ക് വേണ്ടി ഞാൻ കുടിച്ചു കുടിച്ച് ഇപ്പൊ ഒരു മുഴു കുടിയനയച്ചോ. നിർത്തടോ, ഇനി കുടി നിർത്താൻ പറ്റില്ല അച്ചോ. എന്റെ കർത്താവേ, എന്തൊക്കെ വൃത്തികേടാ ഇവിടെ നടക്കണേ. അന്തസ്സോടുകൂടി നടക്കുന്ന ഒരു സ്ഥാപനം ഇത്. അതെ അതെ, പ്രേമോ ഒളിച്ചോട്ടൊക്കെ ഇവിടെ നടക്കുന്നത് അച്ഛന്റെ ആശീർവാദത്തോടു കൂടിയാണ് നാട്ടുകാർ പറയുന്നത്. നീ ഇനി കൂടുതൽ സംസാരിക്കണ്ട, ഇറങ്ങി പോയിക്കോ. എന്നെ അങ്ങനെ വേറിട്ട് ഒന്നും വേണ്ട. ഇവിടുന്ന് പോയെന്ന് വെച്ച് ഞാൻ തെണ്ടി കിടക്കാനൊന്നും പോകുന്നില്ല. നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഞാൻ പോകാൻ തന്നെ വന്നത്. ഒരാഴ്ചക്കെ ഞാൻ പുതിയ ട്രൂപ്പ് ഉണ്ടാക്കില്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കും. അല്ലെങ്കിൽ നിന്റെ പേര് മാറ്റണമെന്ന് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ഈ ജിമ്മി എന്നുള്ളത് സാധാരണ പട്ടേ കിടുന്ന പേരാ. നിർത്തടോ. എടാ, എന്നെ നീ ഔട്ടാക്കിയിട്ട് നീ അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ.